ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു മലയാളത്തിലെ ലീഡിങ് സംവിധായകർ കൊതിക്കുന്നതാണ് വിക്രമനെ വെച്ചിട്ടൊരു സിനിമ തമിഴിൽ ചെയ്യുക അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യുക. അങ്ങനെ എല്ലാവരും കൊതിച്ചിരിക്കുക, ഒന്നും നടക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് രതീഷ് അദ്ദേഹത്തെ വെച്ചിട്ടൊരു ആഡ് ഫിലിം ചെയ്യുന്നു. അത് ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്യുന്നു. ആ ആഡിന് ശേഷം അദ്ദേഹം നിങ്ങളുടെ വർക്കിൽ വളരെ സന്തുഷ്ടനാകുന്നു. എന്തായിരുന്നു ആ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാം? അല്ല, വിക്രമിൻ്റെ ആഡ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ നന്ദിയുള്ളത് ജോസ്കോയോടാണ്. അപ്പോൾ അവർ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഒരു വലിയ പ്രോജക്റ്റാണ്, വലിയ പ്രോജക്റ്റായിരുന്നു. മാത്രമല്ല വിക്രം ആദ്യം വലിയ ബോംബെ എന്നുള്ളൊരു ആഡ് ഫിലിം ഡയറക്ടർ വേണമെന്ന് വിക്രം പറയുകയും ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത വർക്കുകൾ കാണിക്കുകയും ഇവർ കൊടുത്ത കോൺഫിഡൻസിലാണ് വിക്രം എന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ട് വിക്രത്തിനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പുള്ളി ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ 1000 സംശയങ്ങളുണ്ടാവും. അപ്പം അത് ആ ഒരു സ്റ്റേജാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷെ വൺസ് പുള്ളി അത് ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ പുള്ളി ഇത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല. അത്രയും നല്ല ഇതായിരുന്നു. എല്ലാ ത്രൂ ഔട്ട് കൂടെ നിന്ന് എന്ത് വേണമെങ്കിലും. കാരണം ഇടയിൽ ബാങ്കോക്കിൽ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഒരു ദിവസം മഴ പെയ്തു. 1.5 ദിവസം ശരിക്കും മഴ പെയ്തായിരുന്നു. 3 ദിവസം പ്ലാൻ ചെയ്ത് പോയിട്ട് അതിൽ 1.5 ദിവസം മഴ പെയ്തു. അപ്പം മഴ പെയ്ത് സമയത്ത് പോലും വിക്രം ഇല്ല, കുഴപ്പമില്ല, വേണമെങ്കിൽ ഞാൻ 1-2 ദിവസം അധികം തരാം, നമുക്ക് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് വളരെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ പരസ്യം കഴിഞ്ഞതിന് ശേഷം, പരസ്യം കണ്ടതിന് ശേഷം പുള്ളി ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണ് ബാങ്കോക്ക് തന്നെ വേണമെന്ന് തീരുമാനം? ജോസ്കോനെ സംബന്ധിച്ചിട്ട് ജോസ്കോ ഇവിടെ അറിയുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ അവരെ സംബന്ധിച്ചിട്ട് അവിടെ സ്വർണ്ണം ഉണ്ടോയെന്നോ അവിടെ പിന്നെ വിലക്കുറവെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു അഡ്വർടൈസ്മെൻറ്റല്ല അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് വേണ്ടിയിരുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ് ഒരു വലിയ ബ്രാൻഡാണെന്ന് തോന്നുക. പിന്നെ വിക്രം പോലെയുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ വന്നപ്പോൾ അത് വിക്രം ബ്രാൻഡ് അംബാസഡറായി എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇത്. പിന്നെ വിക്രമായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ വിക്രത്തിന് വെറുതെ ഒരു ബ്ലൂ മാറ്റിൽ നിന്നിട്ട് ഏറ്റവും നല്ല സ്വർണം ജോസ്കോയിലാണെന്ന് പറയുന്ന ടൈപ്പ് ഒരു ആഡ് വേണ്ട എന്നുള്ളത് ജോസ്കോയും വിക്രവും ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെയുള്ള ഒരു സാധനം പോവാം, എന്നാൽ വലിയൊരു കഥയിലേക്ക് പോകാനും പാടില്ല എന്നുള്ള. അപ്പം ബേസിക്കലി ഒരു സ്റ്റൈലിംഗ് എന്നുള്ളൊരു സാധനമായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ നല്ലതായിരിക്കും വെളിയിൽ എന്നുള്ളതുകൊണ്ടാണ് വെളിയിലേക്ക് പോയത്. പിന്നെ ബാങ്കോക്ക് തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ വേറെ ഏത് കൺട്രി പോകുന്നതിനേക്കാൾ ചീപ്പാണ് ബാങ്കോക്ക്. നമ്മുടെ പൈസയും അവിടെയുള്ള ബാത്തുമായിട്ട് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏത് ക്യാമറ ആയാലും എന്ത് എക്യുപ്മെൻറ്റ്സ് ആയാലും നല്ല ടെക്നീഷ്യൻസ് ആയാലും നല്ല സ്റ്റുഡിയോസ് ആയാലും എല്ലാം ബാങ്കോക്കിലുണ്ട്. ജോസ്കോട് ഈ പരസ്യം ചെയ്തു. അതിനു മുമ്പ് എനിക്ക് രതീഷിൻ്റെ കണ്ടിട്ടുള്ള ആഡുകളിൽ ഒരു കുട്ടി അഭിനയിച്ച ഒരു പരസ്യം ഉണ്ടായിരുന്നു. അത് ലെക്സസ് എന്ന് പറഞ്ഞൊരു സോപ്പിൻ്റെ ആഡായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. അത് എവിടെ ഷൂട്ട് ചെയ്തത്? അത് ഇവിടെ എറണാകുളത്ത് തന്നെ എറണാകുളത്ത് ഷൂട്ട് ചെയ്തത്. അത് കുറേ വയലും പോലെയൊക്കെ ഉള്ള. ആരായിരുന്നു DOP? അത് PS വിനോദ്, ബോംബെയിലുള്ള PS വിനോദാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതും ആ ക്ലയൻറ്റ് സാധാരണ സോപ്പിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ അതിൽ മോഡൽ കുളിക്കുന്ന ആ രീതിയിലുള്ളതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വേണ്ട എന്നുള്ളത് ആദ്യമേ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ അവരുടെ സോപ്പിൽ അവർ പറയുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് സ്കിന്നിനും അത് ഉപയോഗിക്കാവുന്നതും സ്കിന്നിന് അത്രയും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു സോപ്പാണെന്നുള്ളതാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ലത് ഒരു കുട്ടീനെ വെച്ച് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ട്രെൻഡിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ പണ്ടാണെങ്കിൽ ചെയ്തിരുന്നത് പോലെയല്ല ഇപ്പോൾ ചെയ്യുന്നത്. മുൻപ് കഥ ബേസ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ കുറച്ച് സബ്സ്റ്റാൻഡേർഡാണ് എന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് കഥകളുടെ ഒരു ഏരിയ വന്നു. ഇപ്പോൾ ഹച്ചിലും അതിലൊക്കെ വർമ്മ ഭയങ്കര രസമായിട്ട് കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കഥ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തിയിൽ ഫുട്ബോൾ കളിക്കുന്ന 2 കുട്ടികളിൽ അതിലൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാറ്റത്തിന് എങ്ങനെയാണ് കാണുന്നത്? അഡ്വർടൈസിങ്ങിൽ മുംബൈ ഉള്ളതെന്ന് മാറി ഇപ്പം പുതുതായിട്ട് വരുന്ന ആഡ് ഫിലിം ഡയറക്ടേഴ്സ് അവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് അവരുടെ ഉള്ളിലൊക്കെ സിനിമയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച്
സിനിമ പോലെയുള്ള ആഡുകൾ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് വർമ്മ യാദൃശ്യമായി ചെയ്ത പരസ്യങ്ങളല്ല ഇതൊന്നും. വർമ്മ അഡ്വർടൈസിങ്ങിൽ തുടക്കകാലത്ത് തന്നെ വർമ്മ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് മുമ്പേ വി.കെ. പ്രകാശിൻ്റെ അസിസ്റ്റൻ്റായി നിൽക്കുമ്പോൾ തന്നെ വർമ്മ പറയുമായിരുന്നു പരസ്യങ്ങളുടെ ഗ്ലോസിനെസ് കളഞ്ഞിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമ പോലെ പറയണം എന്നുള്ളത് വർമ്മ അന്ന് മുതലേ പറയുമായിരുന്നു. ശരിക്കും ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ഡയറക്ടേഴ്സാണ് ആ രീതിയിലുള്ള പരസ്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്നത്. അതെല്ലാം ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇവിടെയുള്ള ഇത് വരുന്നത്. പക്ഷേ എന്നാലും ഇവിടെ കേരളത്തിലുള്ള ക്ലയൻസ് പലരും അങ്ങനെയുള്ള സ്റ്റോറി ഭയങ്കരമായ ഒരു സ്റ്റോറി പറയാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതെന്ന് പറയാന്നുള്ളതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് വിട്ട് കളഞ്ഞിട്ടുള്ള വല്ല പ്രോഡക്ട്സും ഉണ്ടോ? ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ജോക്കിയുടെ ഒരു പരസ്യമായിരുന്നു അത്. അപ്പോൾ അത് അവരുടെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും എനിക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനത് ചെയ്യാൻ വേണ്ടി മാക്സിമം വലിയൊരു ചാലഞ്ചായി എടുക്കുകയും അത് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചായിരുന്നു. പക്ഷേ അത് ചെയ്താൽ കയ്യിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് മാറേണ്ടി വന്നായിരുന്നു. പരസ്യത്തിൻ്റെ ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അടുത്ത ഒരു സ്റ്റേജിനെ കുറിച്ച് രതീഷിൻ്റെ സ്വപ്നം എന്താ? അടുത്തത് കുറച്ച് നാഷണൽ ആഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം അതിനുള്ള ചില ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ പരസ്യം ചെയ്യുന്നത് കുറവാണിപ്പോൾ. കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സെലക്ട് ചെയ്തിട്ടുള്ള പരസ്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നണം, പിന്നെ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പം പരസ്യങ്ങളുടെ എണ്ണം കുറയും. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് സിനിമയിലേക്കുള്ളത് തന്നെയാണ്. അപ്പം സിനിമ തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ സമയങ്ങളിൽ വരുന്ന നല്ലത് ചെയ്യുക എന്നുള്ളതാണ് മകൻ. കുടുംബം അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ. ഭാര്യ, കുട്ടി? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താണ്? അപ്പോൾ അതൊരു പരസ്യമാക്കാം. ഇതിൽ ഒരു എലിജിബിൾ ബാച്ചിലറാണ്, സുന്ദരനാണ്, സിനിമ ചെയ്യാനറിയാം, സിനിമ ചെയ്യാൻ പോകുന്നു, നല്ലൊരു പരസ്യ സംവിധായകനാണ്, കണ്ണൂരാണ് സ്വദേശം. ഏതായാലും നല്ല ഒരു പെൺകുട്ടിയെ ഉടനെ തന്നെ ജീവിതത്തിലേക്ക് കിട്ടട്ടെ. നല്ല കുടുംബജീവിതത്തോടൊപ്പം നല്ല സിനിമയും നല്ല പരസ്യ ചിത്രങ്ങളും ആശംസിക്കുന്നു. നമസ്കാരം.